സഞ്ജു ഒറ്റയ്ക്ക് നിൽക്കുക. ഇത് നല്ലൊരു അവസരം. ചെന്ന് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ നോക്ക്. നോക്കട്ടെ. പോ. ഡാഡി, എന്നോടും സ്വപ്നയോടും ഡാഡിക്ക് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് സ്വാഭാവികമാണ്. ഞാൻ കാരണം ഡാഡിയുടെ രാഷ്ട്രീയ ഭാവി നശിച്ചു. വർഷങ്ങളായിട്ട് നടത്തിയ കഷ്ടപ്പാട് വെറുതെ ആയിപ്പോയി. ഇതിനേക്കാളും ഡാഡി ഇനിയും ഞങ്ങളെ ശിക്ഷിച്ചാലും ഞങ്ങൾക്കൊരു പരാതിയും പറയാനില്ല. പക്ഷേ എൻ്റെ കുഞ്ഞു ഡാഡിയോട് എന്ത് തെറ്റാ ചെയ്തത്? ഡാഡിക്കുണ്ടാകാൻ പോകുന്ന ആദ്യത്തെ പേരക്കുട്ടിയാ. ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഡാഡിക്ക് ഒരു കരുതലും ഇല്ലേ? എന്ത് വിഷയമുണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കുന്നതല്ലേ നല്ലത്. ഈ വിഷയം ചുമ്മാ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഇത്രയൊക്കെ എതിർത്തിട്ടും നീ സ്വപ്നം തന്നെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്നോടുള്ള പേടിയും ബഹുമാനവും നിനക്ക് നഷ്ടപ്പെട്ടുണ്ടല്ലേ? ഇനി അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സ്വന്തം മകൻ എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ പിന്നെ ആര് ബഹുമാനിക്കാനാടാ? ഡാഡി, ഞാൻ വേണമെന്ന് വെച്ച് ധിക്കരിച്ചതല്ല. സ്വപ്ന എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. പ്രേമിക്കാൻ ധൈര്യം കാണിക്കുന്നവനെ കുറഞ്ഞത് അവർക്ക് ചെലവിന് കൊടുക്കാനുള്ള പ്രാപ്തിയെങ്കിലും ഉണ്ടാവണം. അതുപോലും ഇല്ലാത്ത നീയൊക്കെ പ്രേമിക്കാൻ നടക്കരുത്. ഭാവിയിൽ നിനക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നീ ഈ വീട്ടിൽ ജോലിയും ചെയ്ത് നടക്കുന്ന കണ്ട നിന്നെ ഒരിക്കലും ആ കുഞ്ഞ് ബഹുമാനിക്കില്ല. അപ്പോ നിനക്ക് ഞാൻ അനുഭവിക്കുന്ന വിഷമം എന്താന്ന് മനസ്സിലാവും. അതല്ല ഹരികൃഷ്ണൻ സാറാ, നമ്മളെ തീരുമാനിച്ച തുകയ്ക്ക് തന്നെ സ്ഥലം തരാൻ അയാൾ സമ്മതിച്ചു. വെരി ഗുഡ്. ലൈനിലുണ്ട്. ആ ഹരികൃഷ്ണ, വൈകിയാണെങ്കിലും നല്ലൊരു തീരുമാനമാണ് താൻ എടുത്തത്. അങ്ങനെയുള്ള പ്രോപ്പർട്ടികളെല്ലാം പെട്ടെന്ന് വിൽക്കുന്നതാണ് നല്ലത്. നോക്കാം, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അച്ഛന്റെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും തിരിച്ചു കയറാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? ഇത്തവണ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നോട് അച്ഛന് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അല്ല, നീ എന്തിനാ ഇവിടുന്ന് മാറാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ജോലിയാ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു വീട്ടമ്മയുടെ ജോലി. നിനക്ക് ഇങ്ങനെ സഞ്ജുവിനെ വേദനിപ്പിച്ചിട്ട് എന്താ കിട്ടുന്നത്? വല്ലാത്തൊരു മനസുഖം. സ്വന്തം ചോരയായിട്ട് കൂടി സഞ്ജുവിനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത്? നീ കാരണം ഗിരിക്കുണ്ടായ ബുദ്ധിമുട്ടിന്റെ 10-1 പോലും ഞാൻ ഇവനുണ്ടാക്കിയിട്ടില്ല. അപ്പൊ എങ്ങനെയാ നല്ല അനിയത്തി ആവണ്ടേന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. അതിനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇവന്റെ പുറകെ നടന്ന് പ്രേമിച്ചത് ഞങ്ങളുടെ വീടിന്റെ മരുമകളാകാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്നെ ആ വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ചോദിച്ചിട്ടല്ല ഞാനും സഞ്ജുവും പ്രേമിക്കാൻ തുടങ്ങിയത്. ഞങ്ങള് കല്യാണം കഴിച്ചത് നിന്റെ സമ്മതത്തോടെയല്ല. അതുപോലെ തന്നെ ഞാൻ ഗോപാൽജിയുടെ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറുന്നത് നിന്റെ സമ്മതത്തോടെ ആയിരിക്കില്ല. ഞങ്ങളെ തടയാൻ നിന്നെ കൊണ്ടാവുന്നത് എന്താന്ന് വെച്ചാ നീ ചെയ്യും. വാ സഞ്ജുട്ടാ.